കുട്ടിയുടെ അധോലോകത്തിൽ കൂടെ ഹലോ ഗൈസ്, വെൽക്കം ടു ചെസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഒരു പഴയ ഒരു എയറോപ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ജെഫ്രി എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഏതോ അധോലോകത്തിലേക്കാണ് എനിക്ക് സംശയമുണ്ട്. ഇവിടെ കുറേ മറ്റേ പഴയ സ്റ്റണ്ടൊക്കെ നടക്കുമ്പോൾ ഉള്ള വില്ലന്മാരുടെ ഇരിക്കുന്ന സ്ഥലം പോലെ ഉണ്ട്. എനിക്കറിയാം ഇതെവിടെയാണ്. നമ്മൾ പോയി നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പ്ലെയിനിൽ കയറുന്നത് കാണുന്നത് നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെസ് വ്ലോഗ്സ്. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളൊരു പ്രൈവറ്റ് ജെറ്റ് എടുത്ത് ഒരു എയ്റോപ്ലെയിൻ യാത്ര നടത്തേണ്ടി വന്ന ആണോ ജെഫ്രി? ജെറ്റ് യാത്ര ഒന്നും ഇതിൽ നടക്കാൻ ചാൻസ് ഇല്ല. അല്ല കേട്ടോ, ഞങ്ങൾ വെറുതെ കളിപ്പിച്ചാൽ ഞങ്ങളൊരു അബാൻഡൻ്റ് ആയിട്ടുള്ള ഒരു എയ്റോപ്ലെയിൻ കണ്ടെത്തി. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് 1982 നിർബന്ധിച്ച ഒരു ഇതാണ്, എയ്റോപ്ലെയിൻ ആണ്. അവിടുന്ന് 90s വരെ ഇത് സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് മാൾട്ടയിൽ അവർ ലീസിന് എടുത്തത് തസ്ലി എയർലൈൻസിന്റെ എയർക്രാഫ്റ്റ് ആണ്. ഇത് മെയ്ഡ് എവിടെയാ? ഇത് ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. ഇവിടെ എന്തിനാ ജെഫ്രി ഇത് കൊണ്ടുവന്നത്? പണ്ട് കാലത്ത് 82 കൊണ്ടുവന്ന അല്ലേ? 90s, അതായത് 90കളിൽ ഇവിടെ നമ്മുടെ എസ്റ്റേറ്റുകളിൽ, ഇവിടുത്തെ കുറച്ച് എസ്റ്റേറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ യാത്രക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. യാത്രക്കല്ല, അവർ എന്തോ കൃഷിയോ സംബന്ധമായ സാധനങ്ങൾക്കോ എസ്റ്റേറ്റിലേക്ക്, അതായത് ഇവരുടെ എന്തോ ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങൾ കൊണ്ടുവരാനും ഇതാക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ ഇതൊരു ഡംപ് ചെയ്തിട്ട് കേട്ടോ ഒരു സ്ഥലത്ത് ആരും കാണാതെ. പക്ഷെ ഇതിന് പ്രാധാന്യം വന്നത് ഇതിലൊരു ഒരു പുള്ളി വന്ന് ഒരു ആർട്ട് വർക്ക് ചെയ്തു. ഇതിൽ ഫുൾ ആർട്ട് വർക്ക് ചെയ്ത് പിന്നെയാണ് ഇവിടെ ആൾക്കാര് ഗ്രാഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ പിന്നെയാണ് ആൾക്കാർ ഇത് കാണാൻ വരാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നമുക്കിത് കാണാൻ പറ്റും. ഇത് ഡംപ് ചെയ്തിട്ടേക്ക് കാണാം. മീൻസ് ഇതിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു 10 കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതില് കുറച്ച് ഗ്രാഫിക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഇത് മണ്ണിട്ട് അവർ മൂടി കളയുന്നതാണ് എനിക്ക് തോന്നുന്നത്, സത്യമായിട്ട്. കാരണം ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഒന്ന് കാണിച്ചു ജെഫ്രി അവരെ. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം, കണ്ടോ? എയ്റോപ്ലെയിൻ. ഇത്ര അടുത്ത് ഞാനൊരു എയ്റോപ്ലെയിൻ കാണുന്ന ആദ്യമായിട്ടാണ്. കണ്ടു? ഇപ്പൊ പൊട്ടി പൊളഞ്ഞു പോകുന്നു തോന്നുന്നു കേട്ടോ, ആ അവസ്ഥയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ കയറാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പൊ ഇനി കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമ്മള് കേറും, എന്ത് കളിച്ചാലും. പക്ഷെ ഇത് താഴെ വീഴുമോന്ന് അറിയത്തില്ല. കണ്ടോ? ഇത് പക്ഷെ ഒരു പ്രാധാന്യം ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഇതിൽ വന്ന് ഈ ആർട്ട് വർക്ക് ചെയ്ത പിന്നെയാണ് ഇത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇവിടെ കുറെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിക്കോളാസ് ലാമന്റ് ഒറിജിനൽ എന്തോ ലിയോപാറോ ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകണ്ട എങ്ങനെയാന്ന് നോക്കാം ജെഫ്രി, വാ. ഇതിന്റെ അടിയിൽ കൂടെ പോകാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങളിപ്പോ ഇതിന്റെ അടിയിൽ കൂടെ നോക്കുവാണ്. കേറാൻ പറ്റൂല്ല നമുക്ക് അറിയത്തില്ല. ദൈവമേ, ഇതൊന്നും ജെഫ്രി പിന്നെ ഇത് എവിടെയാന്ന് പറഞ്ഞു കൊടുത്തില്ല ഇവർക്ക്. ഇത് എവിടെയാ? ഇത് നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. ലുവ എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്ത്. ഇത് മോണ്ടെ ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിന്റെ അകത്തായിട്ടാട്ടോ ഈ സാധനം കിടക്കുന്നത്. അതായത് ബാക്ക് സൈഡ് ആയിട്ടാണ്. അവരുടെ എസ്റ്റേറ്റിന്റെ ആ ഉൾഭാഗം നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ ഇവരുടെ ഏറ്റവും ബാക്കിലായിട്ട് ഇവ ആദ്യം കാണുന്ന ഇവരുടെ കുറെ മറ്റേ വൈൻ ഉണ്ടാക്കുന്നു, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതിന്റെ പുറകിലായിട്ടാണ് കേട്ടോ ഇത് കിടക്കുന്നത്. ഒരു വഴി ഉണ്ടായിരുന്നു കയറാൻ. അത് ആ സൈഡാ കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ചെന്നാൽ കയറാൻ പറ്റും. ഇത് നമ്മുടെ എമർജൻസി ഓപ്പൺ അല്ലേ ഈ കാണുന്നത്? നമ്മൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഈ സൈഡിലെ വ്യൂ. പക്ഷെ ഈ സൈഡിൽ അധികം ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടില്ല. ആ സൈഡാണ് ഇവർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അകത്തേക്ക് പോയി നോക്കാം. നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഇത് കുറെ ആളായിട്ട് ഇവിടെ കിടന്നിട്ട്. ഇതിന്റെ അകം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ ഉള്ളതാണ്. കേറട്ടെ? കേറിക്കോ. അപ്പൊ ഞാൻ കേറും കേട്ടോ. ബൈ. ബൈയോ? വാ. എന്റെ ബസ്സുള്ളിൽ ഞാൻ അകത്ത് കയറിയിരിക്കുന്നു. ഇത് മൊത്തം എനിക്ക് പേരുണ്ടാവുന്നു കേട്ടോ. നോക്കി പോയിക്കോ, തലയൊക്കെ ഇരിക്കാതെ. തലയിരിക്കുന്നല്ല, ഇത് കണ്ട നമ്മുടെ ഫ്ലൈറ്റിന്റെ ആ സെയിം നമ്മുടെ ഫ്ലൈറ്റ് അത് തന്നെ. പക്ഷെ എല്ലാം പൊളിഞ്ഞ് പൊടിഞ്ഞായിട്ട് കിടക്കുകയാണ്. ബാത്റൂം ഒക്കെ കാണിച്ചു ഫ്രണ്ട്. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്നതായിരിക്കും. മേളിൽ തലയിടിക്കാതെ നോക്കേണ്ടതാണ്. കോപ്പറ്റിന്റെ അകത്ത് എത്തിയിരിക്കുന്നു. അകത്തെത്തി. ഞാൻ അകത്ത് കയറി. ഞാനിവിടെ ഇരുന്നു. അയ്യോ, ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഈശ്വര? സീറ്റ് ഒളിഞ്ഞ് താഴെ പോവല്ലേ. ഒരു മിനിറ്റ്. ഇതാ ശരി, അതിന്റെ അകത്ത് കയറി. അടുത്തായി കാണാൻ പോകുന്നത് ഞാൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ. അയ്യോ, വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ഒന്നും ഓണാവുന്നില്ല കേട്ടോ. ഇപ്പൊ ഓണാവല്ല. ഇതെങ്ങനെയാ ഓടിക്കണ്ട? ഇങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഗിയറൊക്കെ ഉണ്ട്. ഗിയറാണോ ഇത്?
ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പടത്തിൽ. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി മറിച്ചാലാണ് സെറ്റ് ചെയ്ത്. ചുക്രിവലയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ജെഫ്രി അടുത്തായിട്ട് സാഹസികമായി കാല് കൊടുങ്ങുമോ ജെഫ്രിയുടെ എനിക്കൊരു സംശയമുണ്ട്. ഇതിന്റെ അകത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോളി, നമുക്ക് കാണാനില്ല, എല്ലാം പോയി. അതെ, ശരി കൊണ്ട് വെച്ചിട്ട് പോയാലും അല്ലെന്നാ പറയുന്നത് ഇപ്പോൾ. ഞാനിത് നേരത്തെ ഞാൻ ഇട്ടിട്ട് പോയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് മൊത്തം തരിപ്പണമാക്കി പോയിട്ടുണ്ട്, എല്ലാം പൊളി. ഇതാ ഗൈസ്, ഞാൻ ഇതിന്റെ ഒരു ചിറകിൽ കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. അതാ ശരി കണ്ട് തിരിച്ചു കണ്ട് നടന്നു കയറി വരുന്നു. ഫ്ലൈറ്റിന്റെ ചിറകിൽ കയറി നിന്ന് ആദ്യമായിട്ടുള്ള സാഹസികമായ എല്ലാം പോയി കേട്ടോ. നോക്ക്, സാധനങ്ങളെല്ലാം പൊട്ടിപ്പൊളി. ജെഫ്രി അതിന്റെ അറ്റത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെഫ്രി പോയാൽ നമുക്ക് നല്ലൊരു സീനറി ഇപ്പൊ കാണാൻ പറ്റുന്നതാണ്. ജെഫ്രി ഫ്ലൈറ്റിൽ നിന്ന് താഴെ വീണു. മതി ജെഫ്രി, ഇനി അങ്ങോട്ട് പോകണ്ട. ഇല്ല, അതെയോ? ആണെന്ന് തോന്നുന്നു. എന്തോ ഇവരെന്തോ സാധനം വള്ളി എന്തോ കെട്ടിവിട്ടേങ്ങുന്നു. ജെഫ്രി എങ്ങനെ അതിന്റെ അറ്റത്ത് നിന്നിപ്പുണ്ട്. സീറ്റ് ബെൽറ്റ് ആളുടെ കെട്ടിയിട്ടേക്കുന്നതാണ് ആ സാധനം. കണ്ട് ഇവിടെ മൊത്തം ഇത് മണ്ണ്. എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ ഇത് മണ്ണ് വന്ന് വീഴുമെന്ന് തോന്നി ഇതിന്റെ പൊക്കത്ത്, അല്ലേ ജെഫ്രി? ഇത് കളയാൻ വേണ്ടി തന്നെയാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് ഒത്തിരി നാൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഫ്ലൈറ്റ് ഇവിടെ. അയ്യോ, ഞാനത് ഒരു സൈഡിൽ കൂടെ പോട്ടെ. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമോ? ഈ സൈഡ് വരട്ടെ? ആ, ഇത് അങ്ങനെ എത്തിയിരിക്കുന്നു. ശരിജി അതിൻ്റെ അറ്റത്ത് കയറിയിരിക്കുന്നു. തെന്നിപ്പോയാൽ ഞാൻ പോയില്ല, ശരിജി അവിടെ പോകുമെന്ന് അറിയത്തില്ല. ഞാൻ കയറി നോക്ക്. I thought you owned it. ജെഫ്രി എങ്ങോട്ടാ ജെഫ്രി പോകുന്നത്? ജെഫ്രി താഴത്തേക്ക് പോകാന്ന് വെച്ചാൽ ചാടാൻ പോവാ. ജെഫ്രി ഇതേ ഫ്ലൈറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഗൈസ്. നിരാശയാണ്, നിരാശ. ജെഫ്രി ഒരു മണ്ണ് പറ്റും ദേഹത്ത്. ജെഫ്രി ഇതേ ഗൈസ് ചാടി. വാവ്, ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് ഇട്ടേക്കട്ടെ. ഇത് അശ്വതി ഡാൻസ് കളിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ കൂടെ നിൽക്കുകയാണ്. ഫ്ലൈറ്റ് ഇതായിട്ടും പറന്നു പോകുന്ന മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഫ്ലൈറ്റിൽ കയറാനും പറ്റിയിട്ടുണ്ട്, പക്ഷെ ഫ്ലൈറ്റ് ഇത്ര ഇങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞാലേ. ഇളകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. സീനൊന്നും ഇല്ല, പോട്ടെ. ഞാൻ ഒടിഞ്ഞു വീണാലും നിങ്ങൾക്ക് സീൻ ഇതുണ്ടോ നോക്ക്. എന്നാലും പോരെ, എന്റെ വെയിറ്റ് ആകാൻ പറ്റുന്നില്ല തോന്നുന്നു. ഞാൻ തിരിച്ചു പോവാ, എനിക്ക് പേടിയുണ്ട്. പിന്നെ ഞാൻ ഈ ലീഫായിട്ട് താഴെ വന്നുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നല്ല രസമായിരിക്കും. താഴെ എത്തുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഒടുങ്ങി പോത്തേ ഉള്ളൂ. ജെഫ്രി ഇതാ തിരിച്ചിതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ പ്ലെയിൻ്റെ ഫ്രണ്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന് തോന്നുന്നു. ഇതിനാണ് ടൈറ്റാനിക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഓക്കെ, അടുത്ത നിങ്ങൾ കാണാൻ പോകുന്ന ശരിക്കും ഫ്ലൈറ്റ് ഓടിക്കുന്നതാണ്. ആരാണ് നിങ്ങൾ? ഇടയ്ക്ക് തലയൊക്കെ പുറത്തേക്ക് ഇട്ട വേണമെങ്കിൽ. ഇതാണ് കേട്ടോ ഇതിന്റെ ഉൾഭാഗം മൊത്തം പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. കല്ലൊക്കെ ഇട്ടാണ് ഇപ്പൊ ഇവര് മറ്റേ ഇത് ഇങ്ങോട്ട് വരാനുള്ള സംഭവമൊക്കെ വെച്ചേക്കുന്നത്. കാരണം അതെല്ലാം പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. ആ സാധനം എല്ലാം ഇടിഞ്ഞ് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ്.
ജസ്റ്റ് ഇങ്ങനെ പാലം കടന്ന് ചെന്നു. പാലത്തിൽ നിന്ന് ലഗേജും ഒക്കെ സാധനമൊക്കെ കണ്ടിനോ? കണ്ടിന്, പക്ഷെ അതൊക്കെ പൊളിഞ്ഞെടുക്കാണല്ലോ. മേളിലത്തെ ഭാഗമൊക്കെ കണ്ടോ, ലൈറ്റ് അതെല്ലാം പോയി. എമർജൻസി എക്സിറ്റ് ഒക്കെ ഉണ്ട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പോര് പോര്, കടന്നു പോര്. ഈ കല്ലിട്ട് നന്നായി ചാടി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. ഇത് ബിസിനസ് ക്ലാസിന്റെ അതേ ഒരു പോലെ ഉണ്ട്. അപ്പുറത്തേക്ക് കണ്ടോ സീറ്റിംഗ് കണ്ടോ, ഈ സൈഡിലേക്കും ഉണ്ട് ആ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്കും ഓപ്പോസിറ്റ് ഇരുന്നിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നു. എന്തായാലും നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ യാത്ര തീർന്നിരിക്കുകയാണ്. ചാടി പുറത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്ന ഷെൽജി. ഞാൻ ചാടില്ല, ചാടി. ഹലോ, നമ്മളിപ്പോൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ എന്തായാലും ഇത്രയും നേരം ചെലവഴിച്ചിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കണം, ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ കാണിക്കണം. ആ കൂടെ ഞങ്ങൾക്കും കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ പേര് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ല കാണാൻ പറ്റില്ല. പക്ഷെ കുറെ അലഞ്ഞാലും എന്താ നമ്മൾ സാധനം അവസാനം കണ്ടെത്തിയിരിക്കുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടി കേട്ടോ, കാരണം ഞങ്ങൾ വന്നിടത്ത് ജസ്റ്റ് നിയർ ടു ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ വഴി കൂടെ കുറച്ചങ്ങ് നടന്നു, പക്ഷെ കണ്ടുപിടിച്ചു കേട്ടോ. കാരണം ഇത് ബാക്കിലായിട്ടായതുകൊണ്ട് ആരും അധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.